ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധ ലൂക്കാ സുവിശേഷത്തെക്കുറിച്ച് ആമുഖമായി പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും 24 അധ്യായങ്ങളുള്ള സുവിശേഷമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം. 4 സുവിശേഷങ്ങളും വ്യത്യസ്തമായ ലക്ഷ്യങ്ങളോടെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ലൂക്കാ സുവിശേഷമാകട്ടെ അതിൻ്റെ 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നത് പോലെ നടന്ന കാര്യങ്ങൾ ക്രമമായി എഴുതുക എന്ന ലക്ഷ്യമാണ്. ആരാണ് ഈ സുവിശേഷം എഴുതിയത് എന്ന് നമുക്ക് കാണാം. ഈ സുവിശേഷം എഴുതിയ ഗ്രന്ഥകർത്താവ് വിശുദ്ധ ലൂക്ക ഈശോ നേരിട്ട് തിരഞ്ഞെടുത്ത ശിഷ്യന്മാരിലോ അപ്പസ്തോലന്മാരിലോ ഒരാളായിരുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം. ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് അദ്ദേഹം വിശുദ്ധ പൗലോസ്ലീഹ നടത്തിയിട്ടുള്ള അപ്പസ്തോലിക യാത്രകളിലെല്ലാം അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിച്ചിരുന്ന ഒരാളായിരുന്നു എന്നാണ് ഈ സുവിശേഷം എഴുതപ്പെട്ടത്. ഈ 4 സുവിശേഷങ്ങളും AD 70 മുൻപേ എഴുതപ്പെട്ടതായിട്ടാണ് പാരമ്പര്യം നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഈ ദേവാലയം നശിച്ചു പോകും എന്ന് യേശു പറഞ്ഞ പ്രവചനം അങ്ങനെ തന്നെ ഈ സുവിശേഷങ്ങളിൽ എഴുതിയിട്ടുണ്ട്. AD 70 ആ പ്രവചനം നിവർത്തിക്കപ്പെടുകയും കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ അത് തകർക്കപ്പെടുകയും ചെയ്തു. അതിനർത്ഥം AD 70 മുൻപ് ഈ സുവിശേഷം എഴുതി എന്ന്. AD 60കളിൽ റോമിൽ വെച്ച് ഈ സുവിശേഷം എഴുതി എന്നും ഗ്രീസിൽ വെച്ച് ഒന്നും കൂടി വിരചിതമായി എന്നുമാണ് പാരമ്പര്യം നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകൾ യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യൻ എന്നാണ് ഈ സുവിശേഷത്തിൽ അവതരിപ്പിക്കുന്നത്. യേശു ദൈവത്തിൻ്റെ പുത്രനാണ്, അതേസമയം പൂർണ്ണ മനുഷ്യനുമാണ് എന്നാണ് അവതരിപ്പിക്കുന്നത്. യേശുവിനെ പൂർണ്ണ മനുഷ്യനായി അവതരിപ്പിച്ചുകൊണ്ട് യേശുവിൻ്റെ വംശാവലി മുഴുവനും വ്യക്തമായി വരച്ചു തരുന്നുണ്ട്. ഈശോ കാലിത്തൊഴുത്തിൽ പതിതർക്കും പാവപ്പെട്ടവർക്കും വേണ്ടിയാണ് ജനിച്ചതെന്ന് ഈ സുവിശേഷത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ഇത് വ്യക്തമാക്കുന്ന കാതലായ വചനഭാഗമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 10-ാം വാക്യം. കാണാതെ പോയതിനെയും നഷ്ടപ്പെട്ടു പോയതിനെയും തിരഞ്ഞെടുത്ത് രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത്. അതിനാൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തെ സമൂഹത്തിലെ പാവപ്പെട്ടവരോടും പതിതരോടും വേദന അനുഭവിക്കുന്നവരോടും സ്ത്രീകളോടും രോഗികളോടും അനുഭാവം പ്രകടിപ്പിക്കുന്ന സുവിശേഷമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. സ്നാപക യോഹന്നാൻ്റെ ജനനത്തെ സംബന്ധിച്ച് ദേവാലയത്തിൽ വച്ചുണ്ടായ അറിയിപ്പോടെ ആരംഭിക്കുന്ന സുവിശേഷം ദേവാലയത്തെക്കുറിച്ചുള്ള പരാമർശത്തോടെ തന്നെയാണ് അവസാനിക്കുന്നത്. ഈ സുവിശേഷത്തിൽ യേശുവിൻ്റെ രക്ഷാകര പദ്ധതി വിജാതീയരെ കൂടി ഉൾക്കൊള്ളുന്നതാണ് എന്ന വസ്തുത വ്യക്തമാക്കാനെന്നോണം യേശു വിജാതീയരുടെ ഗലീലയിൽ പഠിപ്പിച്ചുകൊണ്ട് തൻ്റെ രക്ഷാകര ദൗത്യം ആരംഭിക്കുന്നതായും സകല ജനതകളോടും രക്ഷയുടെ സദ്വാർത്ത അറിയിക്കുവാൻ ശിഷ്യന്മാരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നതായും സുവിശേഷകൻ വിവരിക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തെ താഴെ കാണുന്ന വിധം വിഭജിക്കാം. 1. യേശുവിൻ്റെ ബാല്യകാല സുവിശേഷം. 2. ശുശ്രൂഷയ്ക്കുള്ള ഒരുക്കം. 3. ഗലീലയിലെ ശുശ്രൂഷ. 4. ജെറുസലേമിലേക്കുള്ള യാത്ര. 5. ജെറുസലേമിലെ ശുശ്രൂഷ. 6. പീഡാനുഭവവും മഹത്വീകരണവും. യേശുവിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളെയും കുറിച്ച് വ്യക്തമായി ചിത്രീകരിക്കുന്നതോടൊപ്പം ഈശോയുടെ കാരുണ്യത്തിൻ്റെ മുഖം വിശുദ്ധ ലൂക്ക വരച്ച് കാണിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ അനുയായികളായിരിക്കുന്ന ക്രിസ്തു ശിഷ്യന്മാരും ക്രിസ്തുവിൻ്റെ പ്രതിരൂപമായ സഭയും ലോകത്തിൽ എപ്രകാരം സമൂഹത്തിലെ പാവപ്പെട്ടവരോടും അവഗണിക്കപ്പെട്ടവരോടും കഷ്ടപ്പെടുന്നവരോടും കാരുണ്യത്തോടെയും അനുഭാവത്തോടെയും നിഷ്കപടമായ സ്നേഹത്തോടെയും പ്രവർത്തിക്കേണ്ടതാണെന്ന് വിശുദ്ധ ലൂക്കായും അദ്ദേഹം എഴുതിയ സുവിശേഷവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതിനാൽ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ക്രിസ്തുവിൻ്റെ കാരുണ്യത്തിൻ്റെ മുഖമായി പ്രതിഫലിക്കുവാൻ നമ്മെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.